എന്തോ നാടി ഈ വാരി വലിച്ച് തേക്കുന്നേ? കാക്ക കുളിച്ചാ കൊക്കാവോടി. എന്തോന്ന് വാരി തേച്ചാലും നീ വെളുക്കാനൊന്നും പോണില്ല. ഇനി വൈറ്റ് വാഷ് ചെയ്യണം നീയൊക്കെ ഒന്ന് വെളുക്കണമെങ്കിൽ. ഞാൻ എന്ത് ചെയ്ത അമ്മയ്ക്ക് എന്താ? അമ്മയ്ക്ക് എന്താണെന്നോ? എടി, എന്റെ കൊച്ചു കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന കാശിനല്ലേ ഇതൊക്കെ വാങ്ങിച്ച് തേക്കുന്നേ അല്ലേ? അതൊക്കെ വാരി തേച്ചാ വല്ല പ്രയോജനം ഉണ്ടെങ്കിലും പൊട്ടെന്ന് വെക്കുക. ഇതൊക്കെ വെറുതെ. അമ്മ കാര്യം അറിയാതെ ഓരോന്ന് പറയരുത്. ഇത് പൈസ കൊടുത്ത് വാങ്ങിയ ഫേസ് പാക്ക് ഒന്നും അല്ല, ഇത് കുറച്ച് കോഫി പൗഡറാ. അല്ലേലും കിരൺ ചേട്ടൻ എനിക്ക് ഫേസ് പാക്ക് ഒന്നും വാങ്ങി തരത്തില്ലല്ലോ. ഒരു ചെരുപ്പ് പൊട്ടിന്ന് പറഞ്ഞിട്ട് ഇതുവരെ വാങ്ങി തന്നിട്ടില്ലേ. എന്നിട്ടാ അയ്യോടാ, ഈ അടുക്കളയിലിരിക്കുന്ന സാധനങ്ങളൊക്കെ നിന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചോണ്ടൊന്നാണ്? എന്റെ മോൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന കാശ് ഇന്നലെ ഡി വാങ്ങിക്കുന്നേ. പിന്നെ നീ എന്തോന്ന് പറഞ്ഞ കിരൺ ഒന്നും വാങ്ങിച്ചു തരൂലെന്നാ? അവനറിയാം കാക്ക കുളിച്ചാ പൊക്കാവത്തില്ലെന്ന്. അതുകൊണ്ട് അവൻ ഒന്നും വാങ്ങിച്ചു തരത്തില്ല കേട്ടാ. ഇതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് എനിക്കൊന്ന് കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കിക്കൊണ്ടാ. വെളിയിലെ തടുപ്പിൽ വെച്ചാൽ മതി, ഗ്യാസ് ഒന്നും കളയണ്ട. അമ്മേ പുറത്ത് നല്ല വെയിലാ, ഇന്ന് ഗ്യാസ് വെച്ച് ചൂടാക്കിയാ പോരെ? അയ്യടാ, നിന്റെ സൗകര്യത്തിന് ഞാൻ കുളിക്കണോ? കൊള്ളാലോടി, പോയി വെള്ളം ചൂടാക്കടി. ഈ വെയിൽ കൊണ്ടിട്ട് നീ ഇനി എന്തോ ചെയ്യാനാണ്? നീ ഇതിൽ കൂടുതൽ കറക്കാനൊന്നുമില്ല. പോയി പറഞ്ഞോ ചെയ്, എനിക്ക് പുറത്തു പോകാനുള്ളതാ. നമ്മുടെ അജിത്തിന്റെ കല്യാണമല്ലേ ഈ വരുന്ന സൺഡേ, നമുക്ക് പോണ്ടേ? പിന്നെ വേണ്ടേ, അവൻ വീട്ടിൽ വന്ന് വിളിച്ചതാ. ഞാൻ ഫാമിലി ആയിട്ട് പോകാൻ തരും. അത് മാത്രമല്ല, അവന്റെ അച്ഛനും എന്റെ അച്ഛനും നല്ല കൂട്ടുകാരൻ. ഓ അത് ശരി, ഞാൻ നീയായിട്ട് പോകുന്ന കരുതി ഇരിക്കായിരുന്നു. എടാ സൺഡേ അല്ലേ, നീ നിന്റെ വൈഫിനെ കൂട്ടി പോടാ. അതാകുമ്പോ അവളെ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാലോ. ഓ അവളെ ഇനി കെട്ടിയെന്നുള്ള വെച്ച് കൊണ്ടുവരാത്തതുള്ളൂ. എനിക്കിപ്പോൾ അവളെ കാണുന്നതേ കലിയ. എടാ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഞാൻ അവളെ ഒന്ന് ഓഫീസിൽ വന്നപ്പോഴേ ശ്രദ്ധിച്ചു. അവൾക്ക് നിന്നെ സംശയം വല്ലതും ഉണ്ടോ? ഓ സംശയം കോപ്പാണ്. എടാ അവളെ എൻ്റെ കൂടെ കൊണ്ടുവരാനേ എനിക്ക് അറപ്പാണ്. കറുത്ത് കരിങ്കുരങ്ങനെ പോലെയല്ലേ ഇരിക്കുന്നത്. കൊള്ളാം. എടാ ഇപ്പോഴാണ് നീ കാര്യമൊക്കെ പറയുന്നത്. എടാ അന്ന് കല്യാണം ഉറപ്പിച്ചപ്പോൾ ഇക്കാര്യം നിന്നോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ നിനക്ക് കളറൊന്നും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇത് പറഞ്ഞാൽ നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ പറയാത്തത്. അന്ന് കുഴപ്പമില്ലാത്തതുകൊണ്ടല്ല വരണേ, അന്നത്തെ എൻ്റെ സാഹചര്യം അതായിരുന്നു. കല്യാണം കഴിച്ചതെന്നല്ലാതെ ഞാൻ ഇതുവരെയ്ക്ക് അവളെ എൻ്റെ ഭാര്യയായിട്ട് പോലും കണ്ടിട്ടില്ല. എന്തിന് ഇത്രയും ദിവസമായിട്ട് ഞാൻ അവളെ എൻ്റെ അടുത്ത് പോലും കിടത്തിയിട്ടില്ല. ചുമ്മാ പറയാതെ കിരണേ, എന്നാ പിന്നെ അവൾ എന്നെ അവളുടെ വീട്ടിൽ പോകേണ്ടതാ. ഞാനെന്തിന് കള്ളം പറയണോടാ? അവളെ ഇറങ്ങിപ്പോകാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തെന്നറിയാം. എന്നിട്ടും ആ കറബി പോണില്ല. ഓക്കെടാ, സംസാരിച്ച സമയം പോയി അറിഞ്ഞില്ല. എനിക്കാണെങ്കിൽ ഈവനിങ് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ കാണാം, ബൈ. ഓക്കെടാ ബൈ. എവിടെയാടി ഒരുങ്ങി കെട്ടിപ്പോന്നെ? അമ്മയോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്റർവ്യൂ ഉണ്ടെന്ന്. ഏതാ മോഡലിങ്ങിന്റെ? ഇതെനിക്ക് തലയ്ക്ക് നല്ല വെളിവില്ലേ കൊച്ചെ? എന്താ അമ്മ അങ്ങനെ പറയുന്നേ? എടി അതൊക്കെ തൊലിവെളുത്ത പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നീ എന്തിനാ അവിടെ പോയി വെറുതെ സമയം കളയുന്നത്? തൊലി വെളുപ്പിൽ മാത്രമല്ലല്ലോ അമ്മേ കാര്യം, കഴിവും കൂടി വേണ്ടേ? എനിക്ക് ആ കഴിവ് നന്നായിട്ടുണ്ട്, എനിക്കതൊരു വിശ്വാസമുണ്ട്. എന്റെ കാര്യം ആലോചിച്ച് അമ്മ കൂടുതൽ വിഷമിക്കണ്ട. എന്ത് വിഷമോടി? എവിടെയെങ്കിലും പോയി നീ എന്തെങ്കിലും കാണിച്ചിട്ട് വന്നാലേ അതിന്റെ നാണക്കേട് കുടുംബത്തിനും കൂടെയാ. മഞ്ജിമ എന്ന പേരിനർത്ഥം തനിക്കറിയാമോ? അറിയാം മാഡം, ബ്യൂട്ടിന്നല്ലേ? പേരിൽ മാത്രം ബ്യൂട്ടി ഉണ്ടായിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഒന്നുമില്ലെങ്കിലും മോഡലിങ്ങിനാണ് വരുന്നതെന്നൊരു ബോധം വേണ്ടേ? നിറാണോ മാഡം ഒരാളുടെ ഭംഗി തീരുമാനിക്കുന്നേ? താൻ കൂടുതൽ ഫിലോസഫി ഒന്നും പറയണ്ട. ഞാൻ എങ്ങനെയാണോ തന്നെ എൻ്റെ ക്ലയൻസിന്റെ ഫ്രണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ കളർ വെച്ചുകൊണ്ട് ഇവിടെ കയറി വരാൻ കാണിച്ചത് എൻ്റെ തൊലിക്കെട്ടി ഉണ്ടല്ലോ, സമ്മതിക്കണം. മാഡം എന്റെ CV തന്നേക്ക്. ദേ കിടക്കുന്ന നിന്റെ CV എടുത്തോണ്ട് പോയിക്കോ. കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കണമെങ്കിൽ എന്താ ഐശ്വര്യ എന്ന അവളെ വിചാരം. ഡേയ്, നീ ഇന്ന് എൻ്റെ ഓഫീസിൽ വന്നിരുന്നോ? ചേട്ടാ ഇന്റർവ്യൂ ചെയ്താൽ ഒരുപാട് ഇൻസൾട്ടാക്കിയാ സംസാരിച്ചത്. അപ്പൊ വിഷമം തോന്നി, അതാ അങ്ങോട്ടേക്ക് വന്നത്. നീ എന്തിനാ അങ്ങോട്ട് എഴുന്നള്ളുന്നേ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ നിന്റെ ഈ കളർ വെച്ചോട്ട് മോഡലിങ്ങിന് പറ്റിയ ഒരു കാര്യമില്ലെന്ന്. ഇവിടെ എനിക്ക് സഹിക്കാൻ വയ്യ. അപ്പോഴാ നാട്ടുകാർക്ക്. ചേട്ടനല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്?
എനിക്ക് എന്താ കുഴപ്പം? ഈ കളറാണോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നേ? ആര് ചെയ്ത തെറ്റാല് നീ എന്റെ തലയിൽ തന്നെ വന്ന് കയറിയല്ലോ. ആരക്കടി ഡേ എന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് വന്ന് കിടക്കരുതെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ട് പോയി മാറി കിടക്കടി. അപ്പൊ കല്യാണം കഴിഞ്ഞ എന്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? അവളെ പോലെയാണോ നീ എനിക്ക്? പിന്നെ നീ നല്ല വെളുത്ത് നല്ല സുന്ദരി കുട്ടിയല്ലേ? അവളെ മൂത്തോക്കാൻ കൊള്ളാമോ? കാർത്ത് കരിക്കട്ടെ പോലെയല്ലേ ഇരിക്കുന്നത്. ഇത്രക്ക് ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിച്ചേ? പെണ്ണാണാൻ പോയപ്പോ തന്നെ വേണ്ടെന്ന് പറഞ്ഞാ പോരായിരുന്നോ? പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ മതി. അന്നത്തെ എൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു. പിന്നെ അവളെ കെട്ടിയോണ്ടാ എനിക്ക് എൻ്റെ അനിയത്തെ കല്യാണം കഴിച്ച് വിടാൻ പറ്റിയത്. എനിക്കൊരു ജോലി പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയും നല്ല സ്ത്രീധനം പിന്നെ വേറെ എവിടെ നിന്ന് കിട്ടാനാ? വീട്ടുകാരെല്ലാം കൂടി നിർബന്ധിച്ചപ്പോൾ ഞാനും അങ്ങ് സമ്മതിച്ചു. എന്നേരുത് ജീവിതകാലം മുഴുവൻ അവളെയും ചുമന്ന് നടക്കാൻ പറ്റും. ഓ, അപ്പൊ അവളെ വേണ്ട, അവളെ കാശ് വേണം അല്ലേ? നീ ഒന്ന് വെറുതെ ഇരുന്നേ. നീ ആ സബ്ജക്റ്റ് വിട്. വെറുതെ അവളെ കാര്യം പറഞ്ഞുള്ള മൂഡ് കളയാതെ. പിന്നെ നീ അന്നൊരു ചെരുപ്പ് നോക്കി വെച്ചില്ലായിരുന്നോ? ആ, അതങ്ങ് വാങ്ങിയില്ലേ? എനിക്കറിയായിരുന്നു കിരണ എനിക്കത് വാങ്ങിച്ചു തരുമെന്ന്. പിന്നെ നിനക്കല്ല ഞാൻ വേറെ ആർക്കാ വാങ്ങിച്ചു തരേണ്ടേ? ഇതെനിക്ക് എന്റെ കിരണിന് ഇത്രക്ക് ഇഷ്ടം. എന്തോ നാട് ഏത് സമയം ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്? നിനക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേ? പോയി അടുക്കളയിൽ പോയി പണിയേടി. ഞാൻ ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. അമ്മേ, അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഒന്ന് ഇരുന്നതേ ഉള്ളൂ അമ്മേ. എങ്കിലേ ദാ മുറിയിൽ ഞാൻ 5-6 സാരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം ഉടുത്തതേ ഉള്ളൂ. അതിനെ ഒന്ന് അലക്കി പശയൊക്കെ ഇട്ട് വെക്കും. ഞാൻ പുറത്തോട്ട് പോയിട്ട് വരാം കേട്ടോ. ഇതാരാ, വരുൺ ചേട്ടനോ? ചേട്ടൻ എവിടെയല്ലോ, വിളിച്ചില്ലായിരുന്നോ? ഇല്ല, അത് കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. അതിരിക്കട്ടെ, അവധി ദിവസമായിട്ട് അവൻ എങ്ങോട്ടാ പോയെ? ആരെ കാണാനുണ്ടെന്ന് പറഞ്ഞു പോയതാ. ആ, ചേട്ടൻ വന്ന കാര്യം നിൽക്കാതെ അകത്ത് കയറിയിരിക്കും. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അപ്പോഴേക്കും ചേട്ടൻ എത്തും. ഓക്കെ. പെണ്ണുകാണലൊക്കെ ഏതുവരെ? ഓ, വീട്ടുകാർ നോക്കുന്നുണ്ട്. എനിക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അതിരിക്കട്ടെ, ഞാൻ വരുന്ന വഴിക്ക് അമ്മയെ കണ്ടിട്ട് ബസ് സ്റ്റോപ്പ് വെച്ചിട്ട് എങ്ങോട്ട് പോയത്? എന്നോടൊന്നും പറയാറില്ല, ഞാനൊന്നും ചോദിക്കാറുമില്ല. മോളുടെ വീട്ടിലായിരിക്കും പോയത്. കുഞ്ഞുങ്ങൾക്ക് വെക്കേഷൻ അല്ലേ? അമ്മയും കിരണും കൂടി മഞ്ജുനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ടല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പ്രശ്നങ്ങളില്ലാത്ത കുടുംബം ഉണ്ട് കേട്ടാ. അതുപോലെ തന്നെ ഇവിടെ. എല്ലാ കുടുംബത്തെയും പോലെ ഒന്നല്ല ഇവിടെ. മഞ്ജു എന്നോട് ഒന്ന് ഒളിക്കാൻ ശ്രമിക്കണ്ട. കിരൺ എന്നോട് എല്ലാ കാര്യം പറഞ്ഞിട്ടു. സംഗതി കിരണിന്റെ സുഹൃത്തുക്കൾ തന്നെ ആണെങ്കിൽ മഞ്ജുവിനെ കുറിച്ച് അവൻ എന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ അവനെ വഴക്ക് പറയാറുണ്ട്. അല്ലെങ്കിൽ മഞ്ജുന് എന്താ ഒരു കുറവ് അവങ്ങനെ അവഗണിക്കാൻ? ശരി, കറുത്തിരിപ്പുണ്ട്, അത്രയല്ലേ ഉള്ളൂ. അല്ല, ഞാൻ അങ്ങനെ കുറിച്ച് പറഞ്ഞല്ല, നാട്ടുകാരുടെ കാഴ്ചപ്പാടിനെ പറ്റി പറഞ്ഞത്. അപ്പൊ നാട്ടിൽ നോക്കുമ്പോ എന്താ ഒരു കറുത്ത പെണ്ണും വെളുത്ത് ചേർക്കൻ? അവർക്ക് ഇതൊക്കെ പോലെ ഓരോന്ന് പറഞ്ഞു വരുത്താൻ. രാത്രി കിടക്കുമ്പോ പോലും കിരണ മഞ്ജുവിനെ അടുത്ത് കിടത്താറില്ലല്ലേ? ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു മഞ്ജു? മഞ്ജു നാട്ടുകാരെ പോകാൻ പറ. അവരെ പറഞ്ഞു നമ്മളെ കാര്യമൊക്കെ നിൽക്കണ്ട. ഒരു ഭാര്യ എന്ന നിലയില് മഞ്ജുവിന്റെ ആഗ്രഹങ്ങളും വികാരങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ അറിഞ്ഞിരുന്നില്ല. മഞ്ജു സ്നേഹം കിട്ടാത്ത ആൾക്ക് സ്നേഹം കൊടുക്കുന്ന അത്ര വൃത്തിയോടാണോ? ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. കൈ എടുക്കണോ?
താനൊന്നും പറയണ്ട. താൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോണം, ഇല്ലെങ്കിൽ ഞാൻ ഉച്ച വെച്ച് ഓളെ കൂട്ടും. മര്യാദയ്ക്ക് ഇറങ്ങി പൊയ്ക്കോ. മനുഷ്യനെ പഠിപ്പിക്കാനായിട്ട് നിനക്ക് ലൈറ്റ് ഇട്ടിരുന്നോടി? ലൈറ്റ് ഇട്ടാൽ പോലും നിന്റെ മോൻ കാണാൻ പറ്റില്ല. അപ്പോഴാ നിന്റെ മോൻ കാണാതിരിക്കാനാണ് ലേറ്റായി വരുന്നത്. എന്നാലും കുത്തിയിരുന്നു പോലും നിനക്കൊന്ന് ഉറങ്ങിക്കൂടി. അല്ലെങ്കിൽ മഞ്ജു എന്താ ഒരു കുറവ് അവനെ അവഗണിക്കും. ശരി കറുത്തിരിപ്പുണ്ട്, അത്രയല്ലോ ഉള്ളൂ. ആര് ചെയ്ത തെറ്റായാലും നീ എന്റെ തലയിൽ തന്നെ വന്ന് കയറി. എന്തോന്ന് വാരി തേച്ചാലും നീ വെളുക്കാനൊന്നും പോണില്ല. ഇനി വൈറ്റ് വാഷ് ചെയ്യണം നീയൊക്കെ ഒന്ന് വെളുക്കണമെങ്കിൽ. ഈ കളർ വെച്ചുകൊണ്ട് ഇവിടെ കയറി വരാൻ കാണിച്ച നിന്റെ തൊലിക്കെട്ടി ഉണ്ടല്ലോ, സമ്മതിക്കണം. രാത്രി കിടക്കുമ്പോ പോലും കിരണ മഞ്ജുവിനെ അടുത്ത് കിടത്താറില്ലേ? എനിക്ക് കിടക്കണം. ഏറ്റണച്ചിട്ട് മാറി കിട. ഡേ, നീ ഇന്നലെ കിടന്നില്ലേ? എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ, എന്നല്ലേ അറിയാൻ പറ്റുള്ളൂ. പ്രശ്നം അറിഞ്ഞിട്ട് എന്തിനാ? എന്തേലും പറ്റി എനിക്ക് ചോദിക്കാൻ ആരാ ഉള്ളത്? എന്താണ് നിന്റെ ടോണിലൊരു വ്യത്യാസം? ഞാൻ പിന്നെ ആരാ നിന്റെ? ഓ, അപ്പൊ ഭർത്താവാണെന്ന് ബോധമുണ്ടല്ലേ? നീ കാര്യം എന്താണെന്ന് പറ. വരുൺ ഇന്നലെ ഇവിടെ വന്നിരുന്നു. ഞാൻ ഇന്നലെ വരുമ്പോ കൂടെ അവനെ കണ്ടാണല്ലോ. എന്നിട്ട് അവ ഒന്നും പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ട് വന്ന കാര്യം. എങ്ങനെ പറയും? കൂട്ടുകാരന്റെ വീട്ടിൽ പോയി അവന്റെ ഭാര്യ കയറി പിടിച്ചെന്നോ? ഭാര്യ കയറി പിടിച്ചെന്നോ? ഏത് കൂട്ടുകാരന്റെ? അതെങ്ങനെ? ഭാര്യയോട് കാണിക്കുന്നതെല്ലാം കൂട്ടുകാരോട് വിളിച്ച് കൂവി നടക്കുമല്ലേ? വലിയ അതിശയൊന്നുമില്ല. സ്വന്തം ഭർത്താവ് തരാത്ത വില അവന്റെ കൂട്ടുകാർ തരുമോ? നിർത്തടി. നിനക്കെന്നീ പറയണ്ടെങ്കിൽ തെളിച്ച് പറ. അല്ല നീ പറഞ്ഞ ഈ മുക്കുമൂലയും കേട്ടെ ഗണിച്ചെടുക്കാൻ ഞാൻ ജോത്സ്യനൊന്നുമല്ല. എടോ മനുഷ്യ, തന്റെ കൂട്ടരും വരുൺ ഇന്ന് ഇവിടെ വന്നിരുന്നു. അമ്മയില്ലാത്ത നേരെ നോക്കിയാ വന്നത്. അവനെ കൈ കയറി പിടിച്ചു. ഞാൻ ഉച്ച വെച്ചപ്പോഴാണ് അവൻ ഇറങ്ങിപ്പോയത്. ഭർത്താവ് തരാത്ത സ്നേഹം നികത്താൻ വന്നതാ അവൻ. വരുൺ നിന്റെ കൈക്കേറി പിടിച്ചെന്ന് അല്ലേ? ഇത് ഞാൻ വിശ്വസിക്കണമായിരിക്കും. ഇത് കേട്ട് ഞാൻ അവനുമായിട്ട് ഉടക്കി പിരിഞ്ഞു വന്ന് നിന്നെ സ്നേഹിക്കണമായിരിക്കും. അതായിരിക്കും നിന്റെ ഉദ്ദേശം അല്ലേ? താനൊക്കെ ഒരു മനുഷ്യനാണോ? പുറംതൊലിയുടെ നിറം നോക്കി സ്നേഹിക്കുന്നവനല്ലേ താൻ? ഹോ, തന്നെ തന്നെ. നീയേ ആ വരുണിന്റെ ഫിയാൻസിയെ കണ്ടിട്ടുണ്ടോ? കണ്ണെടുക്കാൻ തോന്നില്ല. അതൊക്കെയാ പെണ്ണ്. അതിനെയൊക്കെ കളഞ്ഞിട്ട് അവൻ ഈ കരിച്ചട്ടിയുടെ പിറകെ വന്നത് ആസലായിട്ടുണ്ട്. ഇത്രയും നാൾ കൂടെ കഴിഞ്ഞിട്ടും തനിക്ക് എന്നെ മനസ്സിലായില്ലല്ലോ. ബെഡ്റൂമിൽ താൻ കാണിക്കുന്ന അവഗണന പോലും കൂട്ടുകാരോട് പറയാൻ തനിക്ക് എങ്ങനെ സാധിച്ചു? കല്യാണം കഴിച്ചതെന്നല്ലാതെ ഞാൻ ഇതുവരെയ്ക്ക് അവളെ എൻ്റെ ഭാര്യയായിട്ട് പോലും കണ്ടിട്ടില്ല. എന്തിന്? ഇത്രയും ദിവസമായിട്ട് ഞാൻ അവളെ എൻ്റെ അടുത്ത് പോലും കിടത്തിയിട്ടില്ല. ചുമ്മാ പറയാതെ കിരണേ. എന്നാ പിന്നെ അവൾ എന്നെ അവളുടെ വീട്ടിൽ പോകേണ്ടതാ. ഞാനെന്തിനു കള്ളം പറയണോടാ? അവളെ ഇറങ്ങിപ്പോകാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തെന്നറിയാം. എന്നിട്ടാ കറങ്ങി പോണില്ല. മതി, നിർത്ത്. അവ ഇന്നലെ എപ്പോഴാ വന്നേ? അമ്മ പുറത്തുപോയി കഴിഞ്ഞപ്പോ.
ഡേയ്, നീ എന്താണ് ഇവിടെ? നീ നിന്റെ കൂട്ടുകാരെ വീട്ടിൽ പോണെന്നല്ലേ പറഞ്ഞേ? അത് ഞാൻ പിന്നെ നീ എന്നെ പറ്റിക്കാണല്ലേ? എടാ തുടരുത് അവിടെ. നിന്നോടാണോ ബെല്ലടിക്കാതെ വീട്ടിനകത്ത് വരാൻ പറഞ്ഞേ? എടാ വേർത്തൊരു റൂമിൽ കയറുമ്പോ അല്പം മാനസ് ഒക്കെ വേണം കേട്ടോ. ഓ, ആദ്യത്തെ നേരത്തെ എന്റെ വീട്ടിൽ കയറുന്ന എന്റെ ഭാര്യയുടെ കൈ കയറി പിടിച്ചിട്ട് നീ എണ്ണ മാനേഴ്സ് പഠിപ്പിക്കുന്നടാ. ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയോ? എനിക്ക് അവളോടാ സംസാരിക്കേണ്ടത്. അതിനിടയിലെങ്ങാനും കയറി വന്നോണ്ടല്ലോ മാറിയിക്കടാ. പറയടി, നീ എന്നെ ചതിക്ക് വരുന്നല്ലേ? അതെനിക്ക് നിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം. ഞാൻ എന്നെ കണ്ണുരുട്ടി പഠിപ്പിക്കുന്ന വേണ്ട. സ്വന്തം ഭാര്യയോട് നീതി പുലർത്താത്തവനെ എന്നെ പഠിപ്പിക്കാൻ വരുന്നത്. നീ നിർത്തടോ. ജീവിതം ഞാൻ തന്നോട് പുറത്തോളാം ഞാൻ വല്ല വാക്ക് തന്നിരുന്നോ? ഓ, അപ്പൊ നീ കരുതിക്കുട്ടിയാണല്ലേ? എന്നാ അങ്ങനെ താൻ തന്റെ ഭാര്യയോട് കാണിച്ചതിന്റെ അത്രയൊന്നേ ഞാൻ തന്നോട് കാണിച്ചിട്ടൊന്നുമില്ല. എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു പോകാൻ ഒരാള് വേണമായിരുന്നു. അല്ല തന്നെ കേട്ട ആര് വരുവോടോ? സ്വന്തം ഭാര്യ ഉപേക്ഷിക്കാൻ നടക്കണവനാ. നാളെ താൻ എന്നെ ഉപേക്ഷിക്കൂലെന്ന് ആര് കണ്ട്? നിന്നെ ഞാൻ വെറുതെ വിടൂടി. നിന്നെ എവനെ ഞാൻ കോടതി വെച്ചു. ഓ പിന്നെ ഞാൻ ഒന്ന് ഒച്ച വെച്ചാൽ തീരാന്നതേ ഉള്ളു തന്റെ അഭിമാനം. വെറുതെ നിന്ന് നാണം കണ്ടെങ്കിലേ വന്ന പോലെ ഇറങ്ങിപ്പോക്കോ. ചേട്ടൻ ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ നിയമമൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. എടാ നിങ്ങൾ നാടകം ഇറങ്ങിപ്പോവാ. സൗന്ദര്യം തൊലിവെളുപ്പിലല്ല, അത് ഓരോരുത്തരുടെ ക്യാരക്ടറിലാണെന്ന് നീ എനിക്ക് മനസ്സിലാക്കി തന്നു. ഞാൻ ചേട്ടനെ കാത്തിരിക്കുകയായിരുന്നു. യാത്ര പറഞ്ഞു പോകാമെന്ന് കരുതി. നേരത്തെ ഞാൻ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം. നീ എവിടെ പോകുന്നു? സന്തോഷത്തോടെ തുടങ്ങിയ ജീവിതം അടിച്ചു പിരിഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിങ്ങനെ അങ്ങ് അവസാനിക്കട്ടെ. ഞാൻ ഇറങ്ങാം. പേടിക്കണ്ട. ഇനി ഒറ്റ അവകാശവും പറഞ്ഞ് ഞാൻ ഇവിടേക്ക് വരത്തില്ല. അഞ്ജു, നീ എന്നോട് ക്ഷമിക്കും. നിന്നെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. നിനക്ക് പോകാമായിരുന്നു ഇവിടെ. ചേട്ടൻ എന്നെ കളിയാക്കുവാണോ? ഞാൻ എന്റെ മനസ്സ് തുറന്നപ്പോ ചേട്ടനത് കോമഡി ആയിട്ട് തോന്നിയല്ലേ? അല്ല മഞ്ജു, അങ്ങനെയല്ല. വേണ്ട ഏട്ടാ, ഇനിയും കുത്തി നോവിക്കാനല്ലേ? ചേട്ടന്റെ ജീവിതത്തിൽ ഇനി ഞാൻ കാണില്ല. ഇനി എന്റെ പേരിൽ ചേട്ടൻ ആരുടെ മുന്നിൽ നാണം കിടേണ്ടി വരില്ല. നീ എന്നെ വിശ്വസിക്കും. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. നിന്നെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. നിന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചിന്തിച്ചിട്ടുമില്ല. നിനക്കെന്നോട് ക്ഷമിക്കാൻ കഴിയില്ലേ? മാപ്പ് പറയാൻ മാത്രം ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ കുറ്റപ്പെടുത്തലും പരിഹാസവും ഒക്കെ ഇന്നലെ മുതലേ ഞാൻ കേൾക്കുന്നതാണ്. അതിൽ നിന്നെല്ലാം ഞാൻ തരണം ചെയ്തു വന്നു. പക്ഷേ ചേട്ടന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി. ഞാൻ മനസ്സിൽ തട്ടിയാ പറയുന്നത്. ഇനി ഒരിക്കലും ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല. തൊലിപ്പുറത്ത് നേർത്തേക്കാൾ വലുത് സ്നേഹമാണെന്ന് നീ എന്നെ പഠിപ്പിച്ചു. എല്ലാം മറന്നു നമുക്കൊന്ന് ജീവിച്ചൂടെ? ഇനി ഒരിക്കലും ഈ കണ്ണുകൾ നിറയാൻ ഞാൻ അനുവദിക്കില്ല. മഞ്ജു, ഡേ എന്താ പറ്റിയേ? രാവിലെ എന്താ കഴിച്ചേ? ഇത് ഫുഡിന്റെ അല്ല. പിന്നെ ഒന്ന് ആലോചിക്കേ. ശരിക്കും അമ്മേ, ദേ കേട്ടോ, ഇവിടെ ഒരു കുഞ്ഞു വരാൻ പോകുന്നു.
ഇത് നമുക്ക് എന്തായാലും ഒന്ന് ആഘോഷിക്കണം. ആ മഞ്ജു സൂക്ഷിച്ചു. എങ്ങനെയുണ്ട് അമ്മേ? ആകെ മൊത്തം ഒരു വയ്യാകിയാടാ. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? അതൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇനി കൊച്ചുമക്കളുടെ പിറകെ ഓടേണ്ടതല്ലേ? നമുക്ക് ഈ കുഞ്ഞു വേണ്ടടാ. നിന്റെ കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ളതാ. നീ ഒന്ന് ഓർത്തു നോക്കിയേ, ഈ കുഞ്ഞ് അവളെപ്പോലെ കറുത്തിരുന്നാലുള്ള അവസ്ഥ. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? നമുക്ക് ഈ കുഞ്ഞിനെ ഒഴിവാക്കാം, നമുക്ക് അവളെ ഒഴിവാക്കാം. നിനക്ക് ചേരുന്ന പെണ്ണാണോ അവള്? ഒഴിവാക്കാനോ? അമ്മ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? കഴിഞ്ഞ ദിവസം ഞാൻ നമ്മളെ ദിവ്യ ഒന്ന് വിളിച്ചിരുന്നടാ. നീയും അവളും എല്ലായിടെ ഒന്നിക്കേണ്ടിയിരുന്ന്. നമ്മളല്ലേ പണത്തിന് വേണ്ടി. അവൾക്കിപ്പോഴും നിന്റെ അടുത്തുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല. ഞാൻ അവളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മേ, മഞ്ജുവിനെ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്കത് നല്ല കുറ്റബോധം. ഇനി അവളെ വേദനിപ്പിക്കാൻ ഞാൻ കൂട്ടിയിട്ടില്ല. അവളെ ഇവിടുന്ന് ഓടിക്കാന്ന് അമ്മ കരുതേം വേണ്ട. മഞ്ജു, നീ ഇതൊന്നും കണ്ടും കേട്ട് പേടിക്കണ്ട. ഞാനുണ്ട് നിന്റെ കൂടെ. എടി, നിനക്ക് അമ്മയുടെ സ്വഭാവം അറിയാലോ. നീ അതൊന്നും കാര്യം എടുക്കണ്ട. അമ്മ പറയുന്ന പോലെ കുഞ്ഞു കറുത്തിരുന്ന ചേട്ടന് വിഷമമില്ലേ? ഡേ, നീ എന്തോ കൊടുത്ത് എന്റെ മോനെ മയക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ വീഴ്ത്താൻ നീ വിചാരിക്കണ്ട കേട്ടോ. നിന്നെ ഞാൻ ഇവിടെ വായിക്കത്തില്ല. പിന്നല്ലേ നിന്റെ കുഞ്ഞ്. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അമ്മായി, ഇതാര്? എന്റെ മോളാ. എത്ര നാളായി നിന്നെ കണ്ടിട്ട്. എന്നെ എന്നും കാണാറുന്നല്ലോ. അമ്മായി അല്ലേ ഒഴിവാക്കിയത്? നീ ഇപ്പൊ എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. എന്റെ മോള് വലത് കാലിൽ കയറി വാ. അയ്യോ, മോള് ബാഗ് എടുക്കട്ടോ, ഞാൻ അവളെ കൊണ്ടിടിപ്പിക്കാം. മഞ്ജു, നീ വന്നേ. ദേ, ഈ ബാഗ് എടുത്ത് ആ മുറിയിലോട്ട് കൊണ്ടുവച്ചേ. മോള് വാ. മോളെ, നീ 5-6 ദിവസം നിക്കത്തക്ക രീതിയിലല്ലേ വന്നത്? ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. അമ്മായി, കിരൺ എവിടെ? അയ്യോ, ദോശ. അയ്യോ ഈശ്വര, എന്റെ ദോശ. എന്റെ മോക്ക് അമ്മായിയുടെ കൈ കൊണ്ട് ഉണ്ടാക്കി തരണമെന്ന് വിചാരിച്ച ദോശയോ കണ്ടില്ലേ? ഇതിപ്പോ അമ്മയുടെ മരുമോളെ പോലെ ആയിട്ടുണ്ടല്ലോ. തുടയ്ക്കുന്ന ഒന്നും വൃത്തിയാവുന്നില്ല. ഒന്ന് കുനിഞ്ഞ് അമർത്തി അങ്ങോട്ട് തുടക്കടി. തറയ്ക്ക് വേദനയൊന്നും എടുക്കൂല. അമ്മായി, അവളെ എങ്ങനെ ഒഴിവാക്കുമെന്ന് അമ്മ വിചാരിക്കുന്നേ? ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അവളെ മാത്രമല്ല, അവളെ വയറ്റി വളരണ സന്താനത്തിനെ ഒഴിവാക്കണം. നീ എൻ്റെ കൂടെ നിന്ന് നിന്നാ മതി. അപ്പൊ കിരണോ? അവൻ അവള് കൈവശം കൊടുത്ത് വെച്ചിരിക്കുകയല്ലേ. അതൊന്നും സാരമില്ല. നീ ഒരു 10 ദിവസം ഇവിടെ നിന്നാ മതി. അവന്റെ മനസ്സ് മാറും. അവന് പണ്ട് മോളെ ഇഷ്ടമായിരുന്നു. നിനക്ക് ഞങ്ങൾ അന്നത്തെ അവസ്ഥ അറിഞ്ഞൂടെ?
അവളെ സ്ത്രീധനം കിട്ടിയപ്പോഴല്ലേ ഞങ്ങളൊന്ന് പച്ച പിടിച്ചത്. ഞാനൊന്നും മറന്നിട്ടില്ല അമ്മായി. നീ ഒന്നും മനസ്സിൽ വെക്കല്ലേ മോളെ. അമ്മായി വാക്ക് തന്നതല്ലേ നിനക്ക്. ഇവിടെ ഉള്ള എല്ലാം നിനക്കും കൂടെ ഉള്ളതാ. നിനക്കിവിടെ ഒരു കുറവും വരില്ല. പിന്നെ പഴയതുപോലല്ല, കിരണിന് നല്ല ജോലിയാണ്. അവന്റെ മനസ്സിൽ കയറി പറ്റാൻ നീ നോക്ക്. എന്താ മോളെ, നീ എന്താ ഇത്ര താമസിച്ചേ? കിരൺ എത്ര നേരമായിട്ട് നിന്നെ കാത്തിരിക്കണു? കുളിക്കുമായിരുന്നു അമ്മായി. പിന്നെ എനിക്ക് വേണ്ടി എത്ര നേരം വേണമെങ്കിലും കിരൺ വെയിറ്റ് ചെയ്യില്ലേ? മഞ്ജുവിടെ അമ്മേ. എടാ, അവക്ക് അടുക്കളയിൽ ജോലിയില്ലേ? അവൾ അടുക്കളയിൽ കാണും. ഇതൊന്ന് കഴുകിയിട്ടേക്കണേ. അമ്മായി പറഞ്ഞായിരുന്നു ഈ വാഷിംഗ് മെഷീനെക്കാട്ടിലും നല്ലതേ ഇയാളാണ്, അതുകൊണ്ട് കൊണ്ടുവന്നതാ. പിന്നെ കഴുകുമ്പോഴേ കുറച്ച് മയത്തിലൊക്കെ കഴുകണേ, കുറച്ച് എക്സ്പെൻസീവാ. ഇന്നെന്താ കഴിക്കാൻ? ചപ്പാത്തി. ഒരു 2 ചപ്പാത്തി എടുത്ത്. അമ്മായി, അവളവിടെ പണിയൊന്നും എടുക്കാതെ വെറുതെ ഇരിക്കാട്ടോ. ആണോ? എങ്കിൽ ഇപ്പൊ ഞാൻ അവൾക്ക് പണി എടുത്തിട്ട് വരാം. നീ ഇരുന്ന് കഴിക്കും. ആഹാ, തമ്പുരാട്ടിരുന്നങ്ങ് വിശ്രമിക്കുകയാണോ? ആ ഫ്രണ്ടിലെ കരിയിലേക്ക് കിടക്കുന്ന കണ്ടില്ലേ? ഞാൻ കുറച്ച് മുന്നേ മുറ്റ അടിച്ചതാമേ. ഇങ്ങനെയാണ് അടിച്ചു വാരിയിടുന്നത്? പോയി വൃത്തിയാക്കടി അങ്ങോട്ട്. അമ്മ, എനിക്ക് വയ്യ, നല്ല ക്ഷീണമുണ്ട്. അയ്യോ, ഗർഭിണിയാണെന്ന് വിചാരിച്ചേ കട്ടിൽ കയറി സുഖമായി കിടക്കാമെന്നൊന്നും എന്റെ മോള് വിചാരിക്കണ്ട. ഞാനും ഒന്ന് പെറ്റതാ, മനസ്സിലായ? നിനക്ക് വയ്യെങ്കിലേ നീ ഇറങ്ങി പോടി. എന്റെ മോനെ നല്ല സുന്ദരിയായ പെങ്കൊച്ചിനെ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. എന്താ അമ്മായി, എന്തു പറ്റി? എടി, ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അവക്കൊരു കുലുക്കുമില്ലല്ലോടി. കാണുന്ന പോലെയല്ല, പാറ പോലെ അങ്ങ് നിൽക്കുമല്ലേ. അതെ,
ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ശക്തിയാ അവൾക്കിപ്പോ. എടി അതിനെ ഇല്ലാതാക്കാനല്ലേ ഞാൻ ഈ പണി അത്രേ നോക്കുന്നത്. അതിനെ കുറച്ചും കൂടെ തറയാവണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കേ അറിയാവുന്ന ഒരു ഡോക്ടറുണ്ടേ, പറഞ്ഞ ഒരു അബോർഷൻ പില്ലൊക്കെ ഒപ്പിച്ച് തരും. വരൂ മേഡം. മഞ്ജു ഇരിക്കും മേഡം. താങ്ക് യു. മഞ്ജുവേ. എന്താടാ, എന്ത് പറ്റി? അമ്മ മഞ്ജു എവിടെ? അവൾ അടുക്കളയില്ലാത്ത ജോലിയിലാണെന്ന് തോന്നുന്നു. ഇതാരാ? അമ്മ ഇത് ഏഷ്യൻ അഡ്വർടൈസ്മെന്റ് കമ്പനിയിലെ മാനേജറാ അമല മേഡം. നമ്മൾ മഞ്ജു ഒരു CV അയച്ചിട്ടുണ്ടായിരുന്നു മോഡലാവാൻ വേണ്ടിയിട്ട്. ഹേ, മഞ്ജോ മോഡലാവാനോ? ബെസ്റ്റ്. അയ്യോ ക്ഷമിക്കണം മാഡം, അവൾക്കറിയാതെ എന്തോ പറ്റിയതാണ്. അവളെ കൊണ്ട് ഇതിനൊന്നും കൊള്ളയൊന്നുമില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? സുവർണ ജ്വല്ലറി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നല്ലാതെ സുവർണ ജ്വല്ലറി എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഗ്ലോബൽ ബ്രാൻഡ് അല്ലേ? യെസ്, യു ആർ റൈറ്റ്. സുവർണ ജ്വല്ലറി ഇസ് എ വെൽ നോൺ ഗ്ലോബൽ ബ്രാൻഡ്. അവരാണ് ഞങ്ങളുടെ മെയിൻ ക്ലയന്റ്. നെക്സ്റ്റ് ഇയറിലേക്കുള്ള അവരെ മെയിൻ മോഡലായി സെലക്ട് ചെയ്തത് മഞ്ജു മാഡത്തിനെയാണ്. കിരണേട്ടാ, അത് സ്വപ്നമൊന്നും അല്ലല്ലോ അല്ലേ? സത്യാടോ, തന്നെ ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് നിറത്തിന്റെ പേരിൽ അപമാനിച്ചിട്ടുണ്ട്. ദേ ഇപ്പൊ ലോകം മൊത്തം തന്നെ സൗന്ദര്യത്തിന്റെ പ്രതീകമായി കാണാൻ പോവാണ്. മാഡം എന്നോട് ക്ഷമിക്കണം. അന്ന് ഓഫീസിൽ വന്നപ്പോൾ മാഡത്തിനെ ഞാൻ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ഇപ്പോൾ എന്റെ നിലനിൽപ്പ് തന്നെ മാഡത്തിന്റെ എസ് എന്ന വാക്കിലാണ്. മാഡത്തിനെ കൂട്ടിക്കൊണ്ട് എന്നില്ലെങ്കിൽ എന്റെ ജോലി തന്നെ പോവും. മാഡത്തിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് എഗ്രിമെന്റിനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ 2ന്റെ എഗ്രിമെന്റ് ആണ് വെച്ചിരിക്കുന്നത്. 3 ഫോട്ടോഷൂട്ടിന്റെ പേയ്മെന്റ് ആണത്. ദുബായിലാണ് ഷൂട്ട്. 2000-നാണോ ഇത്രയും വലിയ ബിൽഡപ്പ്? 2000 അല്ല, 2 ലക്ഷം, 2 lakhs. മാഡം ഓക്കെ അല്ലേ? അവൾ ഓക്കെയാണ്, ഓക്കെയാണ്. ദിവ്യ, നീ പോയി ചായ ഇട്ടിട്ട് വാ. ഇവര് എഗ്രിമെന്റിനെ പറ്റിയൊക്കെ സംസാരിക്കട്ടെ. നീ പോയി ചായ ഇട്ടിട്ട് വാ. മാഡം, ഇനി അടുത്ത ഫോട്ടോഷൂട്ട് എപ്പോഴാണ് മാഡം? ചായ ആയില്ലേ? പൊട്ടന് ലോട്ടറി അടിച്ചെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടു 2 ലക്ഷം ദുബായ്. അയ്യോ, 3-4 ദിവസം കഴിയുമ്പോഴേ അവർ ദുബായി പോകുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂങ്കിൽ അവർ എന്നെ കൂടെ കൊണ്ടുപോയാൽ. എന്താ പറഞ്ഞു വരുന്നേ? നീ നാളെ നിന്റെ വീട്ടിൽ പോ. നമുക്ക് പൈസ ആയപ്പോ പിന്നെ എന്നെ അങ്ങ് ഒഴിവാക്കുകയാണല്ലേ അമ്മായിയേ. എല്ലാരും അങ്ങനെയൊക്കെ തന്നെ. നീ എന്റെ മോന്റെ നല്ല ജോലി കണ്ടോണ്ടും ഈ വീടും പറമ്പും കണ്ടോണ്ടൊക്കെ അല്ലേ ഞാൻ പറഞ്ഞോണ്ട് എടുത്തു ചാടിക്ക് പോകുന്നത്. അമ്മേ, എന്റെ പാസ്പോർട്ട് ഉണ്ടായിരുന്നോ? അത് ഞാൻ എന്റെ കബോർഡ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്ത്? മോള് എവിടെ പോണു? വീട്ടിലേക്ക്. അത് നല്ലത് തന്നെ. ഒരു പുതിയ കാര്യത്തിന് പോവേയല്ലേ, അനുഗ്രഹം വാങ്ങിച്ചിട്ടോ? അനുഗ്രഹം വാങ്ങാനൊന്നും അല്ല, അവളിനി ഇങ്ങോട്ടില്ല. എടാ, നാളെയല്ലേ നമ്മുടെ ദുബായിലേക്ക് പോകേണ്ട ടിക്കറ്റ്? നമ്മളല്ല, ഞങ്ങൾ. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? നിറത്തിന്റെ പേരിൽ ഞാനും നിങ്ങളും കൂടി അവളെ ഒരുപാട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവളെ ഇഷ്ടമില്ലെന്നും എനിക്കറിയാം. ഇവക്ക് ജനിക്കാൻ പോണ കുഞ്ഞ് കറുത്തു പോകുന്നുള്ള ഭയവും നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ പേരിൽ നിങ്ങളാ കുഞ്ഞിന്റെ ജീവനെടുക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്തോന്നൊക്കെയാണ് നീ പറയണത്? ഇത് പിന്നെ എന്താ ഇത്? പാസ്പോർട്ട് നോക്കിയപ്പോൾ നിങ്ങളുടെ കബോർഡിൽ നിന്ന് എനിക്ക് കിട്ടിയതായത്. ഇത് അബോഷണമുള്ള ടാബ്ലറ്റ് ആണെന്ന് എനിക്കറിയാം. ഇത് എന്റെ കുഞ്ഞിനെ കൊല്ലാനല്ലെങ്കിൽ പിന്നെ എന്തിനാ? ദിവ്യ നിങ്ങളുമായിട്ട് പിണങ്ങിയപ്പോ അവൾ എന്നോടെല്ലാം പറഞ്ഞിട്ടാ പോയത്.
ഈ നിറത്തിനോട് നിങ്ങൾക്ക് എന്താണ് ഇത്ര അറപ്പ്? വെളുപ്പ് പോലെ തന്നെ ഒരു നിറം തന്നെയാണത്. ഇവളെ എന്റെ ഭാര്യയാണ്. ഇവളെ വയറ്റി വളർന്നത് എന്റെ കുഞ്ഞും. കറുപ്പായാലും വെളുപ്പായാലും ആ കുഞ്ഞിന്റെ സുരക്ഷ എനിക്ക് നോക്കിയേ പറ്റൂ. നിങ്ങളുടെ മനസ്സിലെ വിഷം മാറിയെന്ന് തോന്നുന്ന കാലത്ത് തിരിച്ചു വരുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കുക. ദാ ഇത് നിങ്ങളെ തന്നെ വെച്ചോ. എടാ